have to discuss the second part from laws of motion, that is friction. You heard frictional force. What is frictional force? Friction is the force which opposes the relative motion between two surfaces in contact. Friction is the force which opposes the relative motion between two surfaces in contact. രണ്ട് പ്രതലങ്ങൾ തമ്മിൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അവിടെ വരുന്ന ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. പല പ്രത്യേകതകളുമുള്ള ഒരു ഫോഴ്സാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതുകൊണ്ടാണ് സെപ്പറേറ്റ് നമ്മൾ ഫ്രിക്ഷനെ കുറിച്ച് പഠിക്കുന്നത്. ഞാൻ ഈ ടേബിളിലേക്ക് ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണ്. ഈ ടേബിളിലേക്കൊരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൊടുക്കുകയാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ നമ്മൾ കൊടുത്തത് എക്സ്റ്റേണൽ ഫോഴ്സാണ്. എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുത്താൽ ആ ബോഡിയുടെ സ്റ്റേറ്റ് മാറണം, അല്ലേ? കൊടുക്കുന്നത് വരെ തുടരുന്ന കൊടുത്താൽ മാറണം. അപ്പോൾ 5 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു. ഈ ടേബിളിൻ്റെ സ്റ്റേറ്റ് മാറിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അത് എക്സ്റ്റേണൽ ആണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. ബട്ട് അത് ബാലൻസ്ഡ് ആണ്, അതുകൊണ്ടാണ് നീങ്ങാത്തത്. ആരാണ് അവിടെ ബാലൻസ് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്കൊരു 5 ന്യൂട്ടൺ ഫോഴ്സ് കൂടി ആര് കൊടുക്കും? ആ കൊടുക്കുന്ന ആളാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ്റെ ഒരു പ്രത്യേകതയാണ്, ഞാൻ ഈ കൊടുത്ത 5 ന്യൂട്ടൻ്റെ കൂടെ ഒരു 5 ന്യൂട്ടനും കൂടി അങ്ങോട്ട് കൊടുത്തു. 5 ന്യൂട്ടൺ പ്ലസ് 5 10 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. അപ്പോഴും ഈ ടേബിൾ നീങ്ങുന്നില്ല, അവിടെ തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഫ്രിക്ഷനും മുപ്പരും ഒരു 5 ന്യൂട്ടൺ അങ്ങോട്ട് കൂട്ടി. അപ്പോൾ അതാണ് ഫ്രിക്ഷൻ്റെ പ്രത്യേകത. സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സാണ്. നമ്മളിവിടെ ഫോഴ്സ് കൂട്ടുമ്പോൾ ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്. When applied force increases, the friction also increases. Self-adjusting force. 10, 15 ആക്കി 20 ആക്കി. When it is become 25 Newton, the table just move. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഫോഴ്സ് കൂട്ടുമ്പോൾ ഫ്രിക്ഷനും കൂടുന്നുണ്ട്, പക്ഷേ നമ്മൾ 25 ന്യൂട്ടൻ്റെ മേലേക്കാക്കിയപ്പം അത് നീങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷന് ഒരു ലിമിറ്റ് ഉണ്ട്, അതുവരെ കൂടുള്ളൂ. അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ കൂടി വന്ന് ഒരു ലിമിറ്റ് എത്തിയപ്പം പിന്നെ ഫ്രിക്ഷന് കൂട്ടാൻ കഴിയില്ല, പിന്നെ ആ ബോഡി അങ്ങോട്ട് നീങ്ങി, റിലേറ്റീവ് മോഷൻ വന്നു. ആ ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അവിടെ ലിമിറ്റായി. Limiting friction, maximum value of frictional force is called limiting friction. Limiting friction. അതുവരെ ആ ബോഡി മൂവ് ചെയ്തില്ലല്ലോ, മൂവ് ചെയ്യാത്തതിന് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുക. അതുകൊണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പം ഒന്നാമത്തെ ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. രണ്ടാമത്തെ ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അങ്ങനെ ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷനെ നമ്മൾ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. കൈനറ്റിക് മോഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. Then 3 types of friction. What are the 3 types of friction? Static friction, limiting static friction, kinetic friction. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ബോഡി ചലിക്കുന്നതിന് മുമ്പുള്ള ഫ്രിക്ഷനാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ പ്രത്യേകത അത് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സാണ്. സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് അത് കൂടിക്കൊണ്ടേയിരിക്കും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെ പ്രത്യേകത മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷനാണ്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ്റെ പ്രത്യേകത മൂവ് ചെയ്തതിന് ശേഷമുള്ള ഫ്രിക്ഷനാണ്. ഇതിന് 3നും പ്രത്യേകതകളുണ്ട്. നമുക്കതൊരു ഗ്രാഫിക്കലി നമുക്ക് കാണിക്കാം. Suppose in x-axis applied a force.
applied force, and in y-axis we take frictional force. The friction we can represent Fr, frictional force. Okay, this is the origin. First, static friction. Force apply ചെയ്യുന്നു, ഫ്രിക്ഷനും കൂടുന്നു. ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഫ്രിക്ഷൻ ഓൾസോ ഇൻക്രീസസ്. ഫ്രിക്ഷൻ ഇൻക്രീസസ് വിത്ത് increase in applied force. A straight line. This is static friction. This is static friction. Static friction region. Can take OA. At A, the friction becomes maximum, called a limiting friction. Limiting friction, limiting static friction. Limiting friction എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോഡി ചലിക്കാൻ തുടങ്ങും. ചലിച്ചു തുടങ്ങിയാൽ കൈനറ്റിക് ഫ്രിക്ഷൻ. Kinetic friction. O, A, B, C regions. OA, static friction. അതിൻ്റെ പ്രത്യേകത എന്താ? അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട് കൂടിക്കൊണ്ടിരിക്കും. സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, അതിൻ്റെ പ്രത്യേകത എന്താ? സ്റ്റാറ്റിക് ഫ്രിക്ഷനെ FS എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. FS. ലിമിറ്റിംഗ് ഫ്രിക്ഷനെ FS മാക്സിമം. FS മാക്സിമം എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. FS മാക്സ്. കൈനറ്റിക് ഫ്രിക്ഷനെ FK എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. FK. എന്താ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ പ്രത്യേകത? അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആണ്. ഫ്രിക്ഷൻ്റെ വാല്യൂ, ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ പ്രത്യേകത അത് കോൺസ്റ്റൻ്റ് ആണ്. ഒരു ബോഡി ചലിച്ചു തുടങ്ങിയാൽ പിന്നെ ഫ്രിക്ഷൻ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ നമ്മൾ ഒരേ ഫോഴ്സ് അങ്ങോട്ട് കൊടുത്താൽ മതി. കൈനറ്റിക് ഫ്രിക്ഷൻ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. ഒരു ബോഡി ഫസ്റ്റ് ചലിക്കാൻ തുടങ്ങുമ്പോഴാണ് മാക്സിമം ഫ്രിക്ഷൻ ഉണ്ടാകുക. കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട അപ്പോഴാണ്. ചലിച്ചു തുടങ്ങിയാൽ പിന്നെ അത്ര ഫോഴ്സ് കൊടുക്കണ്ട, പിന്നെ അതങ്ങനെ നീങ്ങിക്കൊള്ളും. ഒരേ ഫോഴ്സ് കൊടുത്താൽ മതി. അതായത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് എ കോൺസ്റ്റൻ്റ്. ഈ ഗ്രാഫിൽ ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ഫ്രിക്ഷനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ ഗ്രാഫിലുണ്ട്. ക്ലിയർ? Okay. Kinetic friction, 2 types. One is called a rolling friction. And the second one is called a sliding friction. Rolling friction and sliding friction. What is rolling friction? When a body rolls over another body, the friction is called a rolling friction. രണ്ട് വസ്തുക്കൾ ഒന്നിൻ്റെ മേലെ കൂടെ ഒന്ന് റോൾ ചെയ്യുന്ന സമയത്ത് വരുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, വെൻ എ ബോഡി സ്ലൈഡ്സ് ഓവർ അനദർ ബോഡി, ദെൻ ദ ഫ്രിക്ഷൻ ഇസ് കോൾഡ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഒരു ബോഡിയുടെ മേലെ കൂടെ വേറൊരു ബോഡി നിരങ്ങി നീങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ റോളിംഗ് ഫ്രിക്ഷനാണ് കുറവ്. റോളിംഗ് ഫ്രിക്ഷൻ ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, റോളിംഗ് ഫ്രിക്ഷൻ ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. നമ്മൾ ഫ്രിക്ഷൻ കുറക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റോളിംഗ് ഫ്രിക്ഷനെ സ്ലൈഡിംഗ് ഫ്രിക്ഷനാക്കി മാറ്റുക, അഥവാ ചക്രങ്ങൾ വെച്ച് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ. Laws of static friction. Static friction means before the motion. Friction comes to play before the motion. Maximum value of static friction is limiting static friction. First one, the limiting static friction depends on the nature of the two surfaces in contact. Friction depends nature of the surface. If the surface change, the friction also change, because the friction is between the two surfaces in contact. So it depends the nature of the surface.
That is the first law. It depends nature of the surface. Nature of the surfaces in contact. Friction depends on the nature of the surfaces in contact. Second one, friction act tangential to the surfaces in contact. Friction act tangential to the surfaces in contact. This is the direction of friction, tangential. Friction act tangential to the direction of contact. Okay, the direction of friction is tangential to the surface in contact. Second one. Third, friction independent of area of contact. Friction independent of area of contact. Fourth one, very important law. The friction depends on the normal reaction. Friction depends on normal reaction and friction directly proportional to normal reaction. Fs is proportional to N. This is the important law. Friction is proportional to N. That is Fs equal to a constant mu s into N, where mu s equal to Fs by N is called mu s is called coefficient of static friction. Coefficient of static friction. What is mu s? Mu s is called coefficient of static friction. Mu s equal to Fs by N, friction by normal reaction. That's friction depends on normal. Friction proportional to normal reaction. Friction independent of area of contact. Friction depends nature of the surfaces in contact. Friction acts tangential to the surfaces in contact. These are the laws of static friction. We can also write a laws of kinetic friction. Laws of kinetic friction. First one, friction independent of area of contact. Already said in static friction, friction independent of area of contact, independent. Second, friction independent of velocity. Friction independent of velocity of sliding. If the two surfaces are moving, if there is a relative motion, then the kinetic friction does not change. If the velocity increase or decrease, the friction is constant. Okay. Third one, the friction also depends on the nature of the two surfaces in contact. Depends on nature of the surfaces in contact. And the last one is the important. Kinetic friction we can represent Fk is proportional to normal reaction. That is Fk equal to a constant mu k into N. Mu k into N, where mu k is called mu k equal to Fk by N, is called coefficient of kinetic friction. Coefficient of kinetic friction, mu k, Fk by N. These are the laws of kinetic friction. It also depends on nature of the surface, independent of area of contact, independent of velocity of sliding, and it depends on the normal reaction. It's directly proportional to normal reaction, and we get Fk equal to mu k into N, where mu k equal to Fk by N, called coefficient of
kinetic friction. Angle of friction. Angle of friction. Suppose a body is placed in a table. What are the different forces acting in this book or this body? One force is EMG, which is acting vertically downward always, and another forces are the reactional force, which is equal and opposite to mg. If we apply a force F, then there is equal and opposite frictional force Fs maximum. Just begins to slide. It's in a balanced condition. Body move ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, അവിടെ നിൽക്കുകയാണ്. അപ്പോൾ 4 ഫോഴ്സ് എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. ഫ്രിക്ഷനും അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങനെ ബാലൻസ് ചെയ്തിരിക്കും, നോർമൽ റിയാക്ഷനും അതുപോലെ എം ജിയും കൂടി അവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്യും. നമുക്ക് റിയാക്ഷനെ നോർമൽ റിയാക്ഷൻ എന്ന് പറയാം. എൻ ഇങ്ങനെ വരുമ്പോൾ എൻ എന്ന് കൊടുക്കാം. നോർമൽ റിയാക്ഷൻ, നോർമലായിട്ടാണ് സർഫസിനെ. ഓക്കെ, നൗ ഈ എന്നും ഈ എഫും തമ്മിൽ നമ്മൾ പാരലോഗ്രാം ലോ വെച്ചിട്ട് ഒരു റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. ആ റിസൾട്ടൻറ്റിന് ഈ എൻ ഡാഷ് എന്ന് പേര് കൊടുക്കാം. ഈ എന്നും എൻ ഡാഷും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് നമ്മൾ കൊടുത്ത പേരാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റ. ദിസ് ഈസ് ദ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റ. ദ ആംഗിൾ ബിറ്റ്വീൻ resultant n dash and normal n is called angle of friction. What is angle of friction? How it is defined? Angle of friction is defined the angle between resultant reaction n dash and the normal reaction n is called angle of friction. What is the significance of this angle of friction? We can take tan alpha, tan theta. Here theta is the angle. Tan theta equal to, what is tan theta? Theta is here opposite side n dash. N dash means fs, isn't it? Yes, fs. And adjacent side, what is adjacent side? N, that is fs by n. Tan theta equal to opposite side n dash equal to fs, adjacent side n, that is fs by n. What is fs by n? Yes, mu s. But tan theta equal to, we got tan theta equal to mu s, or theta equal to tan inverse mu s. Theta equal to tan inverse mu s. That is tan theta equal to mu s means tangent of angle of friction gives coefficient of friction. It helps to find the coefficient of friction. That is the advantage or the significance of angle of friction. What is the significance? Tangent of the angle of friction gives the coefficient of friction. Theta equal to tan inverse coefficient of friction. If we know coefficient of friction, we can find out the angle of friction. If we know the angle of friction, we can find out the coefficient of friction. Anyway, okay, one more angle called the angle of repose. Angle of repose, we can denote alpha. Suppose this is a horizontal plane, this is a inclined plane, this is vertical plane. ഭൂമിക്ക് കുത്തനെ വരുന്നതിന് വെർട്ടിക്കൽ പ്ലെയിൻ, ഭൂമിക്ക് സമാന്തരമായിട്ട് വരുന്നതിന് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഒരു ആംഗിളിൽ വന്നാൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയാം. ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഇതിൻ്റെ മേലെ ഒരു ബോഡി വെച്ചു. ഓക്കെ, നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫോഴ്സ് ഒന്നും കൊടുക്കാതെ ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. ഒരു ഭാഗം ചെരിക്കുക,
ഇൻക്ലൈൻഡ് പ്ലെയിൻ ആകും. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഈ കല്ലവിടെ നിൽക്കുന്നതിൻ്റെ കാരണം ഫ്രിക്ഷനാണ്. ഇസ്ൻ്റ് ഇറ്റ്? യെസ്, ഫ്രിക്ഷൻ കാരണമാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മളിങ്ങനെ ഉയർത്തി കൊണ്ടുവന്ന് ഒരു പ്രത്യേക ആംഗിളായപ്പോൾ അതങ്ങോട്ട് നീങ്ങാൻ തുടങ്ങി. ഒരു പ്രത്യേക ആംഗിളിൽ നീങ്ങാൻ തുടങ്ങി. ആ തുടങ്ങിയ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ അവിടെ മതിയാകാതെ വന്നു. അപ്പോഴാണത് നീങ്ങിയത് അല്ല. ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഡൗൺ. എവിടെ? ഇൻക്ലൈൻഡ് പ്ലെയിനിൽ എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഡൗൺ. ആ സമയത്ത് ഉണ്ടാക്കിയ ആംഗിൾ അത് ഏറ്റവും കുറഞ്ഞ ആംഗിളാണ്. അല്ല, ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. ദ മിനിമം ആംഗിൾ മെയ്ഡ് ബൈ inclined plane with horizontal plane when the body kept on it just begins to slide down is called angle of repose. I will show. This is the inclined plane. This is the horizontal plane. A body is placed here. The body just begins to slide. This is weight mg, always vertically downward. This is the angle of repose, minimum angle made by inclined plane with horizontal plane when the body kept on it just begins to slide down. That is angle of repose. Angle made by inclined plane with horizontal plane when the body kept on it just begins to slide down. Okay, here mg vertically downward. ഇതുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, വരക്കുമ്പോൾ ശ്രദ്ധിക്കാം. നൗ ദിസ് ഇസ് നോർമൽ റിയാക്ഷൻ n. ഈ പ്ലെയിനിന് നോർമൽ ഇതുമായിട്ടുള്ള ആംഗിൾ 90 ആയിരിക്കണം. ഇവിടെ എം ജി ഇതുമായിട്ട് ആംഗിൾ 90 ആയിരിക്കണം. നോർമൽ ഇതുമായിട്ട് ആംഗിൾ 90 ആയിരിക്കണം. വരക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ദ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഡൗൺ. അങ്ങനെ ഇത് സ്ലൈഡ് ചെയ്യാനുള്ള ആ ഫോഴ്സ് കൊടുക്കുന്നത് ആരാ? ഇതിൻ്റെ വെയിറ്റ് തന്നെയാണ്. പക്ഷേ വെയിറ്റ് കംപ്ലീറ്റ് ഉണ്ടോ? ഇല്ല. വെയിറ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാം. വെയിറ്റിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇത് 2 കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് ട്രയാങ്കിൾ ലോ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഉപയോഗിച്ചാണ്. അപ്പോൾ ഏകദേശം അത് കിട്ടുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പാരലോഗ്രാം വരക്കുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. എനിവേ, this is alpha. This angle alpha means this angle is alpha. This angle is alpha by geometry. Then this is mg. Mg is split into these 2 components. Alpha here, therefore this is mg cos alpha. ആംഗിളിൻ്റെ അടുത്തുള്ള കമ്പോണൻ്റ് എപ്പോഴും എന്തായിരിക്കും? കോസ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? എം ജി സൈൻ ആൽഫ. ഈ എം ജി സൈൻ ആൽഫ ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് ഇത് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. തുടങ്ങുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റായിട്ട് എന്തുണ്ടാകും? ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസ് ഉണ്ടാകും. ഓക്കെ, ഇങ്ങനൊരു ഫിഗർ കിട്ടും. ഈ ഫിഗർ നമ്മളത് ബാലൻസ് ചെയ്ത് എഴുതുക. ഇവിടെ ബാലൻസ് ചെയ്യേണ്ടത് ഒന്ന് എന്നും എം ജി കോസ് ആൽഫയും എന്നും എം ജി കോസ് ആൽഫയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. എൻ ഈക്വൽ ടു എം ജി കോസ് ആൽഫ എന്ന് എഴുതാം. എൻ ഈക്വൽ ടു എം ജി കോസ് ആൽഫ. ഓക്കെ, അതുപോലെ ഈ എഫ് എസും എം ജി സൈൻ ആൽഫയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതവിടെ ബാലൻസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? ഈ എഫ് എസ് ഈക്വൽ ടു എം ജി സൈൻ ആൽഫ
രണ്ട് ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഈ ഇക്വേഷൻസിനെ ഒന്ന് ഡിവൈഡ് ചെയ്യുക. എഫ് എസ് ബൈ എൻ ഈക്വൽ ടു എം ജി സൈൻ ആൽഫ ബൈ എം ജി കോസ് ആൽഫ എന്ന് കിട്ടും. എഫ് എസ് ബൈ എൻ എന്ന് പറഞ്ഞാൽ മ്യൂ എസ് ആണല്ലോ. എം ജി അങ്ങോട്ട് വെട്ടിപ്പോകും. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ ആണല്ലോ. ദാറ്റ് ഈസ് ടാൻ ആൽഫ ഈക്വൽ ടു മ്യൂ എസ്. നേരത്തെ കിട്ടി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എടുത്തപ്പോൾ നമുക്ക് കിട്ടി ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈക്വൽ ടു മ്യൂ എസ്. ഇപ്പോൾ അതുപോലെ കിട്ടി ടാൻജൻറ്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസ് ഓൾസോ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മ്യൂ എസ്. tan alpha equal to mu s or alpha equal to tan inverse mu s. Once again I explain. Angle of repose means the minimum angle made by inclined plane with horizontal plane when a body kept on it just begins to slide down. Okay. അവിടെ ഓൾറെഡി ഉള്ള ഫോഴ്സുകൾ ഒന്ന് എം ജി ആണ് വെർട്ടിക്കലി ഡൗൺവേർഡ്. ഒന്ന് നോർമൽ റിയാക്ഷൻ ഈ പ്ലെയിനിന് നോർമലായിട്ട് പെർപെൻഡിക്കുലറായിട്ട്. പിന്നെ നമുക്കുള്ളത് ഈ എം ജീനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കമ്പോണൻറ്റ് വരും. ഇങ്ങോട്ട് വരുന്നത് ഇവിടെ ആൽഫ എന്ന് കിട്ടും, ഇങ്ങോട്ട് വരുന്നത് എം ജി കോസ് ആൽഫ, അടുത്ത് വരുന്നത് ഓപ്പോസിറ്റ് വരുന്നത് എം ജി സൈൻ ആൽഫ. ഈ എം ജി സൈൻ ആൽഫയ്ക്ക് നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ ഫ്രിക്ഷൻ എഫ് എസ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ എഴുതാം. എം ജി സൈൻ ആൽഫ ഈക്വൽ ടു എഫ് എസ് എന്നും എം ജി കോസ് ആൽഫ ഈക്വൽ ടു എൻ എന്നും എഴുതാം. അതിനെ രണ്ടിനെയും കൂടി ഡിവൈഡ് ചെയ്താൽ എം ജി സൈൻ ആൽഫ ബൈ എം ജി കോസ് ആൽഫ ഈക്വൽ ടു എഫ് എസ് ബൈ എൻ. എഫ് എസ് ബൈ എൻ എന്ന് പറഞ്ഞാൽ മ്യൂസ് ആണ്. എം ജി സൈൻ ആൽഫ ബൈ എം ജി കോസ് ആൽഫ, എം ജി വെട്ടിപ്പോവും. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ടാൻ ആൽഫ എന്ന് കിട്ടും. ഓക്കെ, tangent of angle of repose equal to coefficient of friction. What are the advantages of friction? Friction has both advantage and disadvantage. Advantage and disadvantage. ഒരേ സമയം തന്നെ ഉപദ്രവവും ഉപകാരവും ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഫ്രിക്ഷൻ. നമ്മളൊരു കപ്പി ഉപയോഗിച്ചിട്ട് കിണറിന്ന് വെള്ളം കോരുക. ആ കപ്പി കയറ് വലിക്കുന്ന സമയത്ത് കപ്പി കറങ്ങിയിട്ട് വരാനുള്ള കാരണം ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ അതിങ്ങനെ തെന്നിപ്പോകും. അവിടെ ഫ്രിക്ഷൻ നമുക്ക് ആവശ്യമാണ്. അതേസമയം ആ കപ്പി ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു സൗണ്ട് വരും. അത് ഫ്രിക്ഷൻ കാരണം, ഫ്രിക്ഷൻ അതിനെ ഒപ്പോസ് ചെയ്യാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് കാണാം ഫ്രിക്ഷന് ഉപദ്രവവും ഉപകാരവും. അത്രയും പ്രത്യേകതകളുള്ളത് കൊണ്ട് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് നെസസറി എവൾ. ഫ്രിക്ഷൻ ഈസ് കോൾഡ് നെസസറി എവൾ. ഒരു ആവശ്യമുള്ള ചെകുത്താണ്. നമുക്ക് അത്യാവശ്യമാണ്, എന്നാൽ അതുകൊണ്ട് ഉപദ്രവമുണ്ട്. ഓക്കെ, നമ്മൾ തീപ്പെട്ടി മാച്ച് ബോക്സ് ഉരസിക്കാനുള്ള കത്തുന്നതുകൊണ്ട് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അതേസമയം തേയ്മാനങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒരേ സമയത്തുള്ളൊരു സാധനമാണ് ഫ്രിക്ഷൻ. ഓക്കെ, ഫ്രിക്ഷൻ നമുക്ക് എങ്ങനെയൊക്കെ കുറക്കാം? ഫ്രിക്ഷൻ കുറക്കാനുള്ള മെത്തേഡുകൾ, ഫ്രിക്ഷൻ കുറക്കാൻ നമ്മൾ ചെയ്യുന്നത് 4 മെത്തേഡുകളാണുള്ളത് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ. ഫസ്റ്റ് മെത്തേഡ് ലൂബ്രിക്കേഷനാണ്. ലൂബ്രിക്കേഷൻ, രണ്ട് സർഫസ് തമ്മിലുള്ള കോണ്ടാക്റ്റാണ് ഫ്രിക്ഷൻ്റെ കാരണം എന്ന് പറഞ്ഞു. ആ സർഫസ് തമ്മിലുള്ള കോണ്ടാക്റ്റിന് ഇടയിലേക്ക് ഒരു ലൂബ്രിക്കൻ്റ് കൊണ്ടുവെക്കുക, അതാണ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ എണ്ണ ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ, അത് ലൂബ്രിക്കേഷനാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ലൂബ്രിക്കൻ്റായി മാറും. ഓക്കെ, രണ്ട് സർഫസിനിടയിലേക്ക് ഒരു ഖരരൂപത്തിലുള്ള ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള ലൂബ്രിക്കൻ്റാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ലൂബ്രിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് സ്മൂത്തനിങ്. നന്നായിട്ട് മിനുസാക്കുക. സ്മൂത്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യും. അതാണ് മറ്റൊരു മെത്തേഡ്.
മൂന്നാമത്തെ മെത്തേഡ് ബോൾ ബിയറിംഗ്. ബോൾ ബിയറിംഗ്. ഓൾറെഡി വി സ്റ്റഡിയുടെ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ആ ഒരു പ്രത്യേകത ഉപയോഗിക്കുന്നതാണ് ബോൾ ബിയറിംഗ്. വലിയ മെഷീൻസിൻ്റെ ഇടയിൽ അതിൻ്റെ സ്ലൈഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2 ലെയറാക്കി അതിൻ്റെ ഇടയിൽ ബോൾ വെച്ച് കൊടുക്കുന്നതിനെയാണ് ബോൾ ബിയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 ലെയറും കൂടി നേരിട്ട് കോണ്ടാക്റ്റ് ആണെങ്കിൽ അവിടെ സ്ലൈഡിംഗ് ആണ് വരിക. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ബോൾ ഉള്ളത് കൊണ്ട് അത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, റോളിംഗ് ഫ്രിക്ഷൻ ആക്കി മാറും. അതിനെയാണ് ബോൾ ബിയറിംഗ് എന്ന് പറയുന്നത്, ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ. ലാസ്റ്റ് മെത്തേഡ് ഇസ് കോൾഡ് സ്ട്രീം ലൈനിങ്. സ്ട്രീം ലൈനിങ്. സ്ട്രീം ലൈനിങ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് നമ്മളെ മത്സ്യത്തിൻ്റെ ഷേപ്പ് പോലെ ആക്കി മാറ്റാം, പ്രത്യേക ഷേപ്പ്. അപ്പോൾ മത്സ്യത്തിൻ്റെയൊക്കെ ഷേപ്പ് എങ്ങനെയാണ്? 2 അഗ്രഭാഗവും ഇങ്ങനെ കൂർത്തിരിക്കും, ഷാർപ്പൻ ചെയ്തിരിക്കും, മധ്യഭാഗം തടിച്ചിരിക്കും. ആ ഷേപ്പ് മത്സ്യത്തിനൊക്കെ വെള്ളത്തിലൂടെ നീന്താൻ, വെള്ളത്തിലൊക്കെ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഉണ്ടാകും, അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, കുറക്കാൻ വേണ്ടിയിട്ടാണ്. അതേ മെത്തേഡാണ് നമ്മളെ ഹെലികോപ്റ്ററും അതുപോലെ പ്ലെയിനും റോക്കറ്റും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തോണിയും ബോട്ടും ഷിപ്പൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ്. അത് സ്ട്രീം ലൈനിങ്. അങ്ങനെ പ്രത്യേക ഷേപ്പാക്കി മാറ്റുന്നതിനാണ് സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നത്. അപ്പം ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള മെത്തേഡുകളാണ് ലൂബ്രിക്കേഷൻ, സ്മൂത്തനിങ്, ബോൾ ബിയറിംഗ്, സ്ട്രീം ലൈനിങ്. നെക്സ്റ്റ്, ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം ഓഫ് റെഫറൻസ് മീൻസ് the coordinate system with respect to which measurement can be made. You already studied one frame of reference. Yes, the Cartesian coordinate system. The simplest reference frame is the Cartesian coordinate system in theory. Okay. നമുക്ക് മോഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി നമ്മൾ പൊസിഷൻ പറയാൻ റെഫറൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ മോഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസ് ഫ്രെയിം വേണം വിത്ത് റെസ്പെക്റ്റ് ടു, അങ്ങനെയാണ് മോഷൻ പറയുന്നത്. ഇപ്പോൾ റെഫറൻസ് ഫ്രെയിം നമുക്ക് സാധാരണ എടുക്കുന്നത് കോർഡിനേറ്റ് സിസ്റ്റമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. എക്സ് വൈ സെഡ് ആക്സിസ്, 3 axes are mutually perpendicular and the 3 axes meet at a point called origin. The origin is taken as the reference, frame of reference. There are 2 types of reference frame. One is initial frame of reference, initial frame of reference, and second one non-initial frame of reference. What is the difference? Initial frame of reference is a reference frame which obey Newton's laws. It's valid for Newton's laws. That is, they may be at rest or in uniform motion. Initial frames are reference frame which are at rest or in uniform motion. റെസ്റ്റിലോ യൂണിഫോം മോഷനിലുള്ള ഒരു ഫ്രെയിമിനെ നമുക്ക് എന്ത് പറയാം? ഇനീഷ്യൽ ഫ്രെയിം എന്ന് പറയാം. അത് ന്യൂട്ടൻ്റെ ലോ ഒബേ ചെയ്യും, ന്യൂട്ടൻ്റെ ലോ ഒബേ ചെയ്യുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ. എന്നാൽ നോൺ ഇനീഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഡു നോട്ട് ഒബേ ന്യൂട്ടൺസ് ലോ, ഇറ്റ്സ് നോട്ട് വാലിഡ്. എല്ലാ ആക്സിലറേറ്റഡ് ഫ്രെയിംസും നോൺ ഇനീഷ്യൽ ഫ്രെയിംസ് ആണ്. റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ഓൾസോ നോൺ ഇനീഷ്യൽ. ബൈ റൊട്ടേറ്റിംഗ് ഫ്രെയിം ആണെങ്കിൽ അതെന്തായാലും സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ടാവും. എല്ലാ ആക്സിലറേറ്റഡ് ഫ്രെയിംസും നോൺ ഇനീഷ്യലാണ്. റെസ്റ്റിലും യൂണിഫോം മോഷനിലും എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഇനീഷ്യൽ ഫ്രെയിം. ഇത് തമ്മിൽ ഡിഫറൻസ് ആണ് ചോദിക്കാറ്, കൂടുതലൊന്നും പഠിക്കാനില്ല. ഓക്കെ. 2 ടൈപ്പ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്, ഇനീഷ്യൽ ആൻഡ് നോൺ ഇനീഷ്യൽ. ഇനീഷ്യൽ ഫ്രെയിം ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യും, അത് റെസ്റ്റിലോ യൂണിഫോം മോഷനിലായിരിക്കും. നോൺ ഇനീഷ്യൽ ഫ്രെയിം ആണെങ്കിൽ അത് ന്യൂട്ടൺസ് ലോ ഒബേ ചെയ്യുന്നില്ല, അത് ആക്സിലറേറ്റഡ് ഫ്രെയിംസ് ആയിരിക്കും. എല്ലാ റൊട്ടേറ്റിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ഫ്രെയിംസ് ആർ നോൺ ഇനീഷ്യൽ ഫ്രെയിംസ്. ഓക്കെ. ന്യൂട്ടൻ്റെ ലോ ഒബേ ചെയ്യുക എന്ന് പറഞ്ഞതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. എന്താ? ഒരു ആക്സിലറേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ എന്തായി? അതിൻ്റെ സ്റ്റേറ്റിൽ മാറ്റം വരുന്നു, അതാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫ്രെയിം നമുക്ക് റെഫറൻസ് ഫ്രെയിം ഇനീഷ്യലായിട്ട് എടുക്കണമെങ്കിൽ
അതെന്തായിരിക്കണം? റെസ്റ്റിലോ യൂണിഫോം മോഷനിലായിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് ഇക്വിലിബ്രിയം. Equilibrium of forces. You know concurrent force. What is concurrent force? Concurrent forces. Forces acting at a point are called concurrent forces. Suppose here is a point P and two forces acting F1, F2. These two forces acting at a point. Okay. It's called a concurrent force. The forces acting at a point are called concurrent force. One more force acting F3. These F1, F2, F3 are concurrent force which are acting at a point. Okay. ഇങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ കൺകറൻറ്റ് ഫോഴ്സാണ്. ഇക്വിലിബ്രിയത്തിലാകണമെങ്കിൽ, ഇക്വിലിബ്രിയം മീൻസ് ബാലൻസിങ് കണ്ടീഷൻ, പെർഫെക്റ്റ് ബാലൻസ്. ഇൻ ഇക്വിലിബ്രിയം നെറ്റ് ഫോഴ്സ് സീറോ. നെറ്റ് ഫോഴ്സ് മീൻസ് റിസൾട്ടൻറ്റ് ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ ഫോർ ഇക്വിലിബ്രിയം. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് അറ്റ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ അത് റെസ്റ്റിലായിരിക്കണം നിർബന്ധമൊന്നുമില്ല, യൂണിഫോം മോഷനിലും വരാം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താ, അവിടെ ആക്സിലറേഷൻ സീറോ ആയിരിക്കണം. നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ എന്ത് സീറോ ആയി? ആക്സിലറേഷൻ സീറോ ആയി. ഓർത്തിരിക്കുക. ഓക്കെ. ഇക്വിലിബ്രിയം മീൻസ് ബാലൻസിങ് കണ്ടീഷനാണ്. ഇക്വിലിബ്രിയം ഫോഴ്സ് ആക്ട് ചെയ്തിട്ട് അത് ഒന്നെങ്കിൽ റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ ആണെങ്കിൽ ആ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം, മെക്കാനിക്കൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളാണ്. നമുക്ക് കൺകറൻറ്റ് ഫോഴ്സ് വെച്ചിട്ട് ഇക്വിലിബ്രിയം എങ്ങനെ പറയാം? രണ്ട് ഫോഴ്സ് ഉള്ളെങ്കിൽ വളരെ സിമ്പിളാണ്. ഓക്കെ. ഇങ്ങനെ രണ്ട് ഫോഴ്സ് F1, F2 രണ്ട് ഫോഴ്സും കൂടി ഒരു ബാലൻസിങ് കണ്ടീഷൻ ഇക്വിലിബ്രിയത്തിലേക്ക് വരണമെങ്കിൽ ഇത് കൺകറൻറ്റ് ഫോഴ്സാണ്. ഇക്വിലിബ്രിയത്തിലുള്ള കണ്ടീഷൻ F1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 ഈക്വൽ ടു F2 അല്ലെങ്കിൽ F1 ഈക്വൽ ടു മൈനസ് ഓഫ് F2. F1 ഈക്വൽ ടു മൈനസ് ഓഫ് F2. ദാറ്റ് ഈസ് F1 പ്ലസ് F2 ഈക്വൽ ടു 0. നെറ്റ് ഫോഴ്സ് 0. റിസൾട്ടൻറ്റ് ഫോഴ്സ് മീൻസ് നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു 0. If we have three forces, then what's the condition for equilibrium? Three forces F1, F2, F3. They must lie in a same plane. മൂന്ന് ഫോഴ്സ് വന്നിട്ട് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ആ മൂന്ന് ഫോഴ്സ് ഒരു പ്ലെയിനിലായിരിക്കണം, എങ്കിൽ മാത്രമേ ഇക്വിലിബ്രിയത്തിലാവുള്ളൂ. രണ്ട് ഫോഴ്സ് ഒരു പ്ലെയിനിലും ഒരു ഫോഴ്സ് ഇങ്ങനെ, രണ്ട് ഫോഴ്സ് ഇങ്ങനെ നടക്കുകയാണ്, F3 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതൊരിക്കലും എന്താവില്ല, ഇക്വിലിബ്രിയത്തിലാകില്ല. ഓക്കെ. നെറ്റ് ഫോഴ്സ് ഒരിക്കലും സീറോ ആകില്ല എന്നാണ് അർത്ഥം. ഓക്കെ. മൂന്ന് ഫോഴ്സ് വന്നാൽ ഇക്വിലിബ്രിയത്തിലുള്ള കണ്ടീഷൻ അത് മൂന്നും ഒരു പ്ലെയിനിലായിരിക്കണം. മാത്രമല്ല അതിൻ്റെ നെറ്റ് ഫോഴ്സ് F1 പ്ലസ് F2 ഏതെങ്കിലും രണ്ട് ഫോഴ്സ് കൂട്ടിയാൽ മൂന്നാമത്തേൻ്റെ ഈക്വലാൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കണം. F1 പ്ലസ് F2 ഈക്വൽ ടു F3 വരുന്ന കണ്ടീഷൻ വരാം. അപ്പോഴേ എന്താവുള്ളൂ, F1 പ്ലസ് F2 ഈക്വൽ ടു മൈനസ് ഓഫ് F3 ഈക്വലാൻ്റെ ഓപ്പോസിറ്റ്. ദാറ്റ് ഈസ് F1 പ്ലസ് F2 പ്ലസ് F3 ഈക്വൽ ടു 0. ഇങ്ങനൊരു കണ്ടീഷൻ വന്നാൽ അത് ഇക്വിലിബ്രിയത്തിലാകും. അത് നമുക്ക് ട്രയാങ്കിളിലോ ഒക്കെ വെച്ച് പറയാം, പാരലോഗ്രാമിലോ ഒക്കെ. Suppose this is F1, this is F2 and is F3. ഇതിൽ ഇക്വിലിബ്രിയത്തിലാണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ രണ്ട് ഫോഴ്സും കൂടി റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാം പാരലോഗ്രാമിൽ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ ഡയഗണൽ വരച്ചാൽ ഇതിന് നേരെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് മൈനസ് ഓഫ് F3 അല്ലേ? ഓക്കെ. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും.
അപ്പോൾ F1 പ്ലസ് F2 മൈനസ് F3 നമ്മളെ കണ്ടീഷൻ ഇതാ F1 പ്ലസ് F2 മൈനസ് F3 കിട്ടിക്കാനാൽ ഇതെന്തായിരിക്കും F1 പ്ലസ് F2 പ്ലസ് F3 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈ 3 ഫോഴ്സും എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ബാലൻസിങ് ആണ്. നമ്മൾ കൺകറൻറ്റ് ഫോഴ്സ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കൺകറൻറ്റ് ഫോഴ്സ് മീൻസ് ദ ഫോഴ്സ് ഇസ് ആക്ടിങ് അറ്റ് എ പോയിന്റ്. രണ്ട് ഫോഴ്സ് ആണെങ്കിൽ സിമ്പിളായിട്ട് പറയാം, രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ബാലൻസിങ് ആണ്, ഇക്വിലിബ്രിയത്തിലാണ്, നെറ്റ് ഫോഴ്സ് 0 ആണ്, ഓക്കെ ആണ്. ഇനി 3 ഫോഴ്സ് വരുവാണെങ്കിൽ 3 ഫോഴ്സ് കൺകറൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 3 ഫോഴ്സും ഒരു പോയിന്റിൽ ആക്ട് ചെയ്യും. അത് ഒരു പ്ലെയിനിലാണെങ്കിൽ മാത്രമേ ഇക്വിലിബ്രിയത്തിലാകുള്ളൂ. അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അങ്ങനെ ഒരു പ്ലെയിനിൽ 3 ഫോഴ്സ് ആക്ട് ചെയ്യാണ്, കൺകറൻറ്റ് ഫോഴ്സ് ആണ്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ 2 ഫോഴ്സിൻ്റെ സമ്മ് മൂന്നാമത്തേൻ്റെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് 0 ആകും, നെറ്റ് ഫോഴ്സ് 0. ദാറ്റ് മീൻസ് ദ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. ഇതാണ് ഇക്വിലിബ്രിയം. ഓക്കെ. വൺ മോർ തിങ്, നേച്ചറിലെ മെയിൻ ഫോഴ്സസ് ഏതൊക്കെയാണ്? നമുക്ക് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. 4 ഫോഴ്സുകൾ, നേച്ചറിലുള്ള പ്രധാനപ്പെട്ട ഫോഴ്സുകൾ. ഒന്ന് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സെക്കൻഡ് വൺ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. തേർഡ് വീക്ക് ഫോഴ്സ്. വീക്ക് ഫോഴ്സ്. ഫോർ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നൊരു കാര്യമാണ്. പക്ഷെ നമുക്ക് ഇവിടെ ഫോഴ്സിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് നമുക്കിതിലങ്ങോട്ട് പറയാം. ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ 4 ഫോഴ്സിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സും, ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് പേര് കേട്ടാൽ വീക്ക് ഫോഴ്സ് എന്ന് വിചാരിക്കും, അല്ല, ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമാണ്. ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ഈസ് strong nuclear force. Weakest force in nature is gravitational force. Okay. Strongest force strong nuclear, then electromagnetic force, then weak force. That's the relation. Okay. Gravitational force strong nuclear force 1 ആണെങ്കിൽ gravitational force 10 raised to minus 39 times ആയിരിക്കും. That is 1 by 10 raised to 39 ടൈംസ് ആയിരിക്കും ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അത്രയും ചെറുതാണ്. ബട്ട് കൺസിഡറിങ് ദ റേഞ്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും റേഞ്ച് കൂടുതൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനാണ്. റേഞ്ച് മാക്സിമം ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സണ്ണും എർത്തും തമ്മിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട് അല്ലേ? എത്ര ദൂരെയായില്ല, ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ റേഞ്ച് ഇൻഫിനിറ്റിയാണ്. ഏറ്റവും റേഞ്ച് കൂടിയ ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ. മറ്റേ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. ഓക്കെ. ഗ്രാവിറ്റോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾസ് തമ്മിലാണ് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതിൽ കൂടെ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഗ്രാവിറ്റോൺസ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് 2 ഫോഴ്സാണ്, ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും. നെക്സ്റ്റ് ഇയർ വി വിൽ സ്റ്റഡി ഇൻ ഡീറ്റെയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോൺ ആൻഡ് പ്രോട്ടോൺ ഓർ proton and proton, electron and electron, different forces. Okay. Electric force, magnetic force, magnetic north pole and south pole, magnetic south and south pole, south and north pole, different forces. Electromagnetic force is also short range force. Okay. Compared to gravitational force, electromagnetic force also short range force. Weak force and strong force are shortest range force. Range ഏറ്റവും കുറവ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനും വീക്ക് ഫോഴ്സിനുമാണ്. ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ന്യൂക്ലിയർ ഫോഴ്സും ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സുമാണ്. ഏറ്റവും റേഞ്ച് കൂടിയ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സും ഏറ്റവും റേഞ്ച് കുറഞ്ഞ ഫോഴ്സ് സ്ട്രോങ് ഫോഴ്സും വീക്ക് ഫോഴ്സുമാണ്.
ഓക്കെ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ന്യൂക്ലിയോണുകൾ തമ്മിലുള്ള സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഫോഴ്സാണ്. ഓക്കെ, ഇത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. പ്ലീസ് നോട്ട് ദ പോയിൻ്റ്.